ഈ ഓണക്കാലത്തും ബംഗളൂരു മലയാളികൾക്ക് ദുരിതയാത്ര തന്നെയാണ്. നാട്ടിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പമാർഗമായ ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും യാത്രക്കാർക്ക് സൗകര്യപ്രദമായ സമയത്തല്ലാത്തത് ഇരട്ടി പ്രഹരമാണ്. ഓണമുണ്ണാൻ നാട്ടിലേക്ക് എത്താൻ പരക്കം പായുന്ന ബംഗളൂരു മലയാളികളെ പതിവ് പോലെ വെട്ടിലാക്കിയിരിക്കുകയാണ് റെയിൽവേ. നാട്ടിലേക്കുള്ള സ്ഥിരം ട്രെയിനുകളിൽ മാസങ്ങൾക്ക് മുൻപേ ടിക്കറ്റില്ല. സ്പെഷ്യൽ ട്രെയിനുകൾ പേരിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും തിരക്കുള്ള 13, 14 തീയതികളിൽ യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന സമയങ്ങളിൽ പ്രത്യേക ട്രെയിനില്ല. എല്ലാ വർഷത്തെയും പോലെ കുറേ വർഷങ്ങളായി ആണ് നമ്മൾ ബാംഗ്ലൂർ മലയാളികൾ ദുരിതം അനുഭവിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ. യലഹങ്കയിൽ നിന്ന് എറണാകുളത്തേക്ക് പ്രത്യേക ട്രെയിൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിരാവിലെയാണ് പുറപ്പെടുന്നത്. ഏറെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ വന്ദേ ഭാരത് ആകട്ടെ നിർത്തുകയും ചെയ്തു. യശ്വന്ത്പൂർ സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തനങ്ങളെ തുടർന്ന് മുൻപത്തെ ഗരീബ് രഥും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇതിന് പകരമായി SMVT കൊച്ചുവേളി ട്രെയിൻ അനുവദിച്ചത് മാത്രമാണ് ഏക ആശ്വാസം. പക്ഷേ ഏറെ ദുരിതം പതിവ് പോലെ മലബാർ യാത്രക്കാർക്കാണ്. 14,000 രൂപ പ്രൈവറ്റ് ബസ്സുകാർ ഇരട്ടി പൈസ, ഇരട്ടിയല്ല 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ ഈടാക്കുന്നത്. KSRTCയിലെ ബസ്സുകളൊക്കെ ഫുള്ളാണ്. സ്പെഷ്യൽ സർവീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും ഏകദേശം ഓൾറെഡി ഫുള്ളായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ ഉത്രാടം തിരുവോണം നാളുകളിൽ നാട്ടിൽ പോകാൻ സാധാരണക്കാരന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ തവണ ഏറെ മുറവിളികൾക്കൊടുവിൽ ഉത്രാട ദിനത്തിൽ രാത്രി ഒരു പ്രത്യേക ട്രെയിൻ അനുവദിച്ചിരുന്നു. ഇത് തിരുവോണ ദിനത്തിൽ അതിരാവിലെ തന്നെ കേരളത്തിൽ നിന്ന് തിരിച്ചു പുറപ്പെടും വിധമായിരുന്നു ക്രമീകരണം. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് യാതൊരു ഗുണവും ഉണ്ടായില്ല. ഇക്കുറിയെങ്കിലും ഓണത്തിന് ഏറെ തിരക്കുള്ള വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രത്യേക ട്രെയിനുകൾ വേണമെന്നാണ് മറുനാടൻ മലയാളികളുടെ ആവശ്യം. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.